ഗൈസ് അങ്ങനെ നേരെ രാവിലെ ആയി. അല്ല എന്താ പറയണ ഒന്നും പറയല്ല. ടൈം കൊടുക്ക പോയത് അറിഞ്ഞില്ല. 2 ദിവസം കൊടുക്ക പോയത് ഒന്നും അറിയില്ല അല്ലേ. നേരെ 6:45 നമുക്ക് 7 മണിക്ക് ട്രെയിന് അല്ലേ. നമ്മളിഞ്ഞ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാണ്. ബിസ്മലൊക്കെ രാവിലെ ഉറക്കത്തിന് നീച്ചിക്കണം. ബിസ്മലിന്റെ അമ്മാനി പാർസനൊക്കെ പോട്ടെ. ബർസ പോട്ടെ. ടാറ്റ വരുമോ? ടാറ്റ ബിസ്മലിക്ക പോട്ടെ. പോട്ടോ. അയാൾ പോയിന്നാ കേട്ടോ. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം എന്തായാലും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. അടുത്ത് വരുന്നില്ലേ ഗൈസ്. ബിസ്മലിക്ക പോട്ടെ. അതെ അപ്പൊ കുഴപ്പമില്ല. എന്നാ ഞാൻ പോവല്ലേ, ഇറങ്ങല്ലേ. ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ബാ ഇറങ്ങാൻ എന്തായാലും. ഉമ്മ മേരി ഇറങ്ങ. എന്നാ ബാഗ് എടുത്തോ. കേറിക്കോളി, ഉള്ളിൽ കേറിക്കോളി. മമ്മ കേറിക്കോളി. ബർസ കരഞ്ഞോ? ഫോണീനാണ് കരയണേ. ആണോ? അല്ല ബർസക്കുട്ടി കരയണുണ്ട്. പോരണം പറഞ്ഞുണ്ട്. ബർസ ടാറ്റാ. പേരട്ടോ പേരട്ടോ. ടാറ്റാ ടാറ്റാ. ഒരു കജ്ജും കൊണ്ട. അല്ല പോവാട്ടോ. ബിസ്മിലിക്ക പോയി. ടാറ്റാ ഗൈസ്. അപ്പൊ നമ്മള് ഇറങ്ങുകയാണ്. നമുക്ക് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ നമുക്ക് ഇനി അവിടുന്ന് ഇതാക്കാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോ ഇമ്മ മറ്റേ സ്കൂൾ കുട്ടികളെ വായിക്കാണ്. ബേജാറ് കടന്നിട്ട് ഫുള്ള് ബേജാറ്. നമ്മളെ ട്രെയിൻ ഏതാ? കാരണം ആൾക്കാരോടൊക്കെ ചോദിക്കാ നമ്മളെ ട്രെയിൻ ഏതാ, ഏത് നമ്മളെ ട്രെയിന്. മാസ്ക് കിട്ടിയിരുന്നു. എല്ലാരും മാസ്ക് വാങ്ങിട്ടിരിക്കണേ. ഉറക്ക ക്ഷീണത്തില് അല്ലേ, ഉറങ്ങാൻ ടൈമില്ല. ട്രെയിൻ ഇരിക്കാൻ കഴിഞ്ഞിട്ടോ. ആ ഇനി അനിയം ടിക്കറ്റ് കൗണ്ടറിലാണ് കേട്ടോ. നമ്മളോട് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എല്ലാം വന്നിട്ടാണ്. നമുക്ക് ഇനി നേരെ അവിടെ പോയി നിൽക്കാം. അപ്പം നോക്ക് വരും. ട്രെയിൻ എത്തിയിട്ടില്ല. ട്രെയിൻ ഇപ്പോൾ വരും. ഗൈസ് അനിയൻ ടിക്കറ്റ് എടുത്ത് കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്കുള്ള ട്രെയിൻ വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ആക്കണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങോട്ട് ഇവിടെ മാത്രമല്ല കേട്ടോ, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. മമ്മ ട്രെയിനിപ്പോൾ എത്തും. അതേരെ കുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഇത് ചാക്കുമ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് ലോഡിങ് വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ. അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്താ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അതിന് മാസ്ക് കിട്ടണ്ടല്ലേ ഗൈസ്. ഭയങ്കര ഊറ്റത്തിൽ ചാടി മണ്ടി കയറി പോകുന്നതാണ്. പിന്നെ വാണ്ടില്ല തോന്നുന്നുണ്ട്. ട്രെയിനിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഗൈസ്. ട്രെയിൻ എന്തായാലും ഇപ്പൊ എത്തും. ഞാൻ 2 ഇട്ടിക്കണല്ലേ മാസ്ക് ഒക്കെ. നല്ലതാ അല്ലേ? ഇജുണ്ടല്ലേ. അപ്പൊ ഞാൻ മാത്രമേ ഇല്ലാത്തുള്ളൂ. എന്തായാലും ഗൈസ് ട്രെയിൻ വരട്ടെ. ഇപ്പൊ എത്തുന്നാ പറഞ്ഞേ. കാത്തുക്കന്നെ ഡയറക്റ്റ് നിലമ്പൂർക്കാ. രാവിലെ തിരക്കുണ്ടാവില്ല. നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. അത് വേറെ ട്രെയിനാ നമ്മളെ നല്ലത്. എന്തായാലും ടൈം എടുക്കും. പട്ടി കടിച്ചു നമ്മളെ നാട്ടിലെ മറ്റു പട്ടികളല്ല. അതന്നെ അനങ്ങുമ്പത്തിന് കടിച്ചാണ്. എന്നാലും കടിച്ചു പോയി ചെയ്യും. അതൊക്കെ പോകും. ഇത് വേറൊരു കോമഡി. അവിടുന്ന് ആൾക്കാരൊക്കെ ചോദിച്ചാ പിന്നെ നമ്മള് നിലമ്പൂർക്കുള്ള ട്രെയിൻ എപ്പോഴാണോ വരിക? ഇവിടെ നിർത്തും അതോ ആൾക്കാരോടോ? അരിമ്പേ അപ്പൊ ട്രെയിന് വന്നു. അവിടെ പെരും തിരക്കും. നമ്മളിനി നിക്കണ്ടേ. എന്ത് പട്ടത്തിലൊന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ളൂ. ഇവിടെ ഉള്ളൂ. എന്തായാലും കാത്തുക. നഷ്ടം പോലെ ആൾക്കാരാക്കണം. അവിടെ ചോദിച്ചു. ആണോ? അതെ. എന്നാ ഇനി ട്രെയിൻ പറ്റല്ലേ? അതിലൊക്കെ ഫുള്ള് ആൾക്കാരുണ്ട്. നമ്മളില് തിരക്ക് കുറവായിരുന്നു. ഗൈസ് എന്താ അറിയില്ല. നമുക്ക് ട്രെയിൻ വന്നിട്ട് തന്നെ കാണാം. ട്രെയിൻ വന്നിട്ടാണല്ലേ?
അതുണ്ടാവും. അതല്ല, അത് വേറെ. അതാണ് തന്നെ നമ്മൾ അപ്പുറത്ത് കോണയ്ക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വരും. നമുക്ക് വരുന്നുള്ളൂ, നമ്മൾ എത്തുന്നുള്ളൂ. ട്രെയിനൊക്കെ കിട്ടി, ട്രെയിനിൽ കയറി ഇങ്ങനെ കുത്തിരിക്കാണ്. കുറച്ചേരായി കിട്ടിയിട്ട് ഒക്കെ സൈഡ് അയക്കണ് അല്ലേ? ക്ഷീണുണ്ടോ അമ്മ? ഉറക്കം വരേ? അതൊക്കെ ചത്തിക്കണു. ഇവനൊക്കെ നേരത്തെ സൈഡ് അയക്കണ്. ഉമ്മ എന്താ അവസ്ഥ? പോയക്കുണ്ടോ? എന്തൊക്കെയാ പോലെ അല്ലേ? ഛർദിച്ചാണൊന്നുമില്ലല്ലോ? ക്ഷീണം കൊണ്ട് ഉറക്കത്തിന്റെ പ്രശ്നമല്ലേ? ഉറക്കം വന്നിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല കഴിച്ച്. ഉമ്മാക്കോ ഉറക്കത്തിന്റെ അല്ലേ? ഉറക്കത്തിന്റെ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ? ഇല്ലല്ലോ? അങ്ങോട്ട് പോയപ്പോ നല്ല സുഖമില്ല. തിരക്ക് കുറവല്ലേ? ഇപ്പൊ രാവിലെ കണ്ട് തിരക്ക് കുറവാക്കിയാലോ ഗൈസ്. ഇവനൊക്കെ നേരത്തെ സൈഡ് അയക്കണേ. ആണോ? ഇന്ന് നമ്മള് മുമ്പിലാണേ, മറ്റേത് നമ്മള് ബാക്കിലല്ലേയോ മാസ്കില്. എന്തായാലും ഇപ്പൊ ഇനി പെരിയിലെത്തണം. നാട്ടില് ഏകദേശം ഒരു 11:30 ടൈമൊക്കെ ആകുമ്പോഴാണ് എത്തുക അഭിനയണേ. നോക്കട്ടെ, എന്തായാലും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം. കടക്കാൻ നോക്കണേ. ടൈം ഇപ്പൊ ഏകദേശം ഒരു 8:30 ടൈമായി. ഉറങ്ങട്ടെ എന്തായാലും കുറച്ച് നേരം. അപ്പത്തിനൊക്കെ അവിടെ എത്തുകയാലും ഞാനെങ്ങനെ ചെറിയൊരു ഉറക്കം ഉറങ്ങി, ചെറുതായിട്ട് ഉറങ്ങിയിട്ടുള്ളല്ലോ. നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഒന്നാമത് അത് നല്ല ക്ഷീണുണ്ട് അല്ലേ? ഒന്നും തിന്നാതെയാണ് ഇറങ്ങിയിരിക്കണത്. ഇപ്പൊ നമ്മള് ഷൊർണൂർ എത്തുകയാണ്, നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഞാൻ ചെന്നിട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടിരാം. ഷൊർണൂർ എത്തിയിട്ട് ഗൈസ് നല്ല രസമുള്ള ഇതില്ലേ? ഷൊർണൂർ എത്തി. ഇനി അവിടെ എന്തെങ്കിലും ചായ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് ഷൊർണൂർ അതിന് എത്ര ടൈം ഉണ്ടാവും അറിയും? കുറച്ച് നേരം ഉണ്ടാവും, ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ആണോ? ഞാൻ എന്തെങ്കിലും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും വാങ്ങാം. കുടിക്കാനോ തന്നെ വെള്ളം വേണോ? വെള്ളം വാങ്ങാനേ എന്തെങ്കിലും വെള്ളം വാങ്ങിക്കടാ. എന്താണ് ഉമ്മ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം അല്ലേ? വെല്ലിമാനോട് നല്ല രസമുള്ള. പിന്നെ ഇന്നലത്തെ മൈക്കല്ലേ ഇന്ന് നല്ല സുഖത്തിൽ നമ്മൾ പോകുന്നില്ലേ? രാവിലെ ആയതുകൊണ്ടാവും. നമ്മളാ കണ്ടല്ല, അതൊക്കെ ആക്കി എണ്ണീക്കണേ. ഈ ആഴ്ച നമുക്ക് അനിയൻ ചായ വാങ്ങാൻ പോട്ടെ. ഞാൻ അടുത്ത വണ്ടിയില്ല, നമ്മളായിട്ട് എപ്പോഴും ട്രെയിൻ ഉണ്ട്. നിലമ്പൂരല്ലേ അല്ലേ? നല്ല ബേക്കറി വാങ്ങാം, ചിപ്സ് എന്തെങ്കിലും വാങ്ങാം. ഒരു പട്ടിക്കുട്ടിയാണ് നോക്ക്. ഫോൺ ചാടല്ലേ? അവിടെ ഒരു പട്ടിക്കുട്ടി അല്ലേ? അതങ്ങനെ ചാടൊന്നുമില്ല. അവിടെ പോയി സാധനം വാങ്ങട്ടെ. നമ്മള് ഷൊർണൂരൊക്കെ കുറച്ച് ചായ എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ. ചായയും ചായക്കിലൊക്കെ ടൈമില്ല. അതൊക്കെ ഇവിടെ തന്നെ വേഗം വാങ്ങിട്ട് പോവാം. നമുക്ക് വാങ്ങിക്കാം. എന്താ വാങ്ങണം? എന്താണ് ലേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. അല്ലെ ചിപ്സോ ബേക്കറിയോ? ഇവിടെ ചിപ്സ് ഇല്ലല്ലോ. അപ്പുറത്ത് നോക്കിയാ ചിപ്സ് ഉണ്ടോ? എന്തായാലും ചായ ഇതൊക്കെ വാങ്ങട്ടെ. അതിൻ്റെ ഉള്ളിൽ കൊണ്ടേക്ക് കൊടുക്കാം. ചത്തിക്കണ രാവിലെ തേങ്ങ നിന്നിട്ടില്ല. ഇതൊക്കെ മതി, നമുക്ക് ജസ്റ്റ് ചായ കുടിച്ചാൽ മതി. അതെ, 11 മണിയാകുമ്പോൾ എത്തും. ഇത് കൊടുത്തളി, അത് കൊടുത്തളി. ഇല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളാക്കണ ചായ. അമ്മ ചായ എന്താ അവസ്ഥ? നല്ല ചായ. അമ്മ മാസ്ക് ഊരിക്കളി. ഞാൻ ഈ ചായപ്പൊടി ഇങ്ങനെ കലർത്തണല്ലോ. കലർത്തി എന്നിട്ട് കുറച്ച് കലർത്തിയാൽ മതിയാവുന്ന കേട്ടോ ഗൈസ്. നമ്മള് ബിസ്ക്കറ്റും പിന്നെ അതേപോലെ ചിപ്സ് ഒക്കെ എടുത്തിക്കണേ. ഒക്കെ മതിയാവും. അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി ഇനി പരീക്ഷ എന്നിട്ട് ചായ കുടിക്കാല്ലേ? പിന്നെ കത്തിക്ക. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ എത്തി. അവസാനം സ്വന്തം നാട്ടിലെത്തി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ. അല്ല ബാഗ് എടുക്കില്ലേ? പല്ലും കട്ടി കുത്തിരിക്കാതെ ബാഗ് എടുത്തോളി. മമ്മാൻ്റെ തൊടുത്തോളാം. നല്ല സുഖമായിട്ട് പോകുന്നു. അതെ, രാവിലെ തിരക്കില്ല. നമുക്ക് ട്രെയിനിൽ കയറാൻ ഒരു സമാധാനമാണ്. മറ്റേത് നട്ടപ്പാതിരക്കൊക്കെ ആവുമ്പോളേ സീനാണ് ഗൈസ്. നട്ടപ്പാതിരായാലും കുഴപ്പമില്ല ഗൈസ്, ഇരിക്കാൻ സ്ഥലം കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ഇത് നല്ല സമാധാനം ഉണ്ടായില്ലേ? നമ്മൾ ആളും ഇങ്ങോട്ടാ പോകുന്നത്. ആൾക്കാരില്ലേ ഇപ്പൊ ആൾക്കാരൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. കാരണം നമ്മളെ നാട്ടിൽ ഇപ്പൊ അറിയാത്തവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവസാനത്തെ സ്റ്റേഷൻ ഞങ്ങളതാണ്. അതായത് ഈ ഭാഗത്ത് കിട്ടോ, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അവസാനം കിടക്കുന്നത്. നമ്മളെ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമാധാനമാണ് അല്ലേ? നമ്മളെ നാടെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമാധാനം അല്ലടാ. എന്നാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ.
ആരെ മാർഗം? ശാന്തിന്റെ മാർഗം. ശാന്തിന്റെ മാർഗം. പോവല്ലേ നമ്മള്? നടന്നോളിന്നാ. നമ്മള് നേരെ ഇവിടുന്ന് നമ്മളെ വണ്ടി ഉണ്ട്. നമ്മളെ വണ്ടി എന്ന് പറയുമ്പോ നമ്മളെ ആകെ ഒരു വണ്ടി ഉള്ളൂ. പിന്നെ മുന്നേ അർശൂനെയും വിളിച്ചിരിക്കണ്, ഓലോട് കൊണ്ടുവരാൻ വരാൻ വേണ്ടി പറഞ്ഞത്. അതെ പോലെ ഇറക്കൂലല്ലോ, രണ്ടാളും അവിടെ കാത്തുക്കുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇനി നേരെ ഓല അവിടെ നിന്ന് എടുത്തിട്ട് നേരെ അങ്ങനെ പോകണം. അല്ല ഓല് നമ്മളെടുത്തിട്ട് അങ്ങനെ പോകണം. നേരെ പെരീക്ക്. ഇനി എവിടക്ക ബാക്ക് കിടക്കണേ? മുമ്പ് എത്ര ടയറിന് അതിനാണ്? 8. ഒരാൾക്ക് ഒരു ടയർ പഞ്ചറായിന് അറിഞ്ഞില്ലോ? പഞ്ചറാവില്ല, ഇരുമ്പിന്റെ ഒരു ടയർ പഞ്ചറായിന്. പഞ്ചറായിട്ടൊന്നല്ല, പിന്നെ സത്യം പഞ്ചറായിട്ട് എടുത്തിയാണ്. വേറെ വണ്ടി പോകാണ്ട് അതിന് വേണ്ടിട്ട് ആരോ പറഞ്ഞു കൊടുത്തു. ആരോ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അവിടെ വണ്ടിക്ക് ഇങ്ങനെ മാറി മാറി പോകാൻ. ഏപ്പോ നമ്മള് വെള്ളം പോയി കപ്പി അതന്നെ കപ്പി തന്നെയാണത്. അപ്പൊ പൊട്ടില്ല, അപ്പൊ പഞ്ചറാവില്ലാന്ന്. ഏതാ ടീമുകളില്ലേ? ഒക്കെ നോക്കാക്കില്ലല്ലോ. ഒരു ട്രെയിൻ യാത്ര ആണ്, അതും കുടുംബത്തോടൊപ്പം ഫാമിലി ആയിട്ട്. എറണാകുളമൊക്കെ ഒന്ന് കണ്ടു. എങ്ങനെ എന്താണ് ആ മാള് ആസിഫ് അലിക്കാന്റെ? ആസിഫ് അലി അല്ല, എന്താണ് പഠിച്ചോനെ ആളെ പേരും പറഞ്ഞല്ലോ. ആസിഫ് അലി ഇല്ല, യൂസുഫ് അലി. സോറി, യൂസുഫ് അലിന്റെ മാളാണത്. ആ, യൂസുഫ് അലിക്കാനെ അറിയോ? ടിവിയിലൊക്കെ കണ്ടിക്കണോ? ആ, യൂസുഫ് അലിക്ക് ഞങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് ഇമ്മമ്മക്ക് ഒരു ഹായ് കൊടുക്കണി. ഗൈസ്, അപ്പം നമ്മളിനി നേരെ പോകാൻ പോണത് പെരീക്കാണ്. അവിടെ മുന്നേയും ഇവരൊക്കെ കാത്തിട്ടുണ്ട്. നേരെ ഞാൻ അങ്ങോട്ട് പോയേക്കാം. നമ്മളിങ്ങനെ നടന്നു പോകുന്നതിന്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വേണ്ടി എടുക്കാൻ മണ്ടിന്. ആ കണ്ട ഊറ്റൊന്നുമില്ല കഴിഞ്ഞാലോ. കുറച്ച് ആൾക്കാർ നമ്മളെ കണ്ടിട്ടുണ്ട്. കജ്ജൊക്കെ തിന്നു. വരും. എന്റെ പേര് പറഞ്ഞു കൊടുത്താലോ ഒന്ന്. ഉസ്തേ. എന്റെ പേരെത്താ? നെയ്ഫ. എന്റെ പേരോ? എന്റെ പേരെത്താ? റിൻഷ. അപ്പോൾ നമ്മളിവിടെ കണ്ടപ്പോ ഒരു മണ്ടി വന്നിരുന്നു. മണ്ടപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇതാക്കണ ഗൈസ്, മുന്ന അർഷുണ്ടേ മുന്നേ ജാകെ കരിവാളിച്ചു പോയോ? ഒന്ന് പോയി അർഷയോടെ അർഷ മുറ്റത്താക്കിയിരുന്ന ഓ എത്തിക്കണ്. ഓമ്പടെ എപ്പോഴെത്തി? നിജെത്തിയപ്പത്തിനോ എത്തിക്കണല്ലോ. ഓക്കെ, ബൈ 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 ബൈ. നേരെ പോവല്ലേ? കൊച്ചി മാളെ കണ്ടിട്ടുണ്ട്. ലുലു മാളൊക്കെ മമ്മ കണ്ടിട്ട് ആകാൻ മുട്ടിക്കണേ. ചെറിയ ഇന്നിട്ട് തന്നെ മൊത്തം പോയിട്ടില്ല. എല്ലാ സ്ഥലത്തും ഇരുന്ന് കളിച്ചിക്കണേ. എടാ 3-4 മണിക്കൂർ അവിടെ തന്നെ ഉണ്ട്. എന്നിട്ടും എല്ലാ സ്ഥലത്തും പോയിട്ടില്ല. മാളന്നെ മാത്രമേ ഉള്ളൂ. മാളും മെട്രോ അതന്നെ. ഈ തലം അതുണ്ടാവും. ട്രെയിനാണിതേ, അല്ലാതെ ബസ്സല്ല. അതിന് വലിപ്പുണ്ടായാണ് ട്രെയിൻ അറിയണേ. പോവല്ലേ മമ്മ? അങ്ങനെ നമ്മളിവിടെ അർഷുവിനെ കണ്ടുട്ടോ. അർഷോ വെയിലത്ത് നിന്ന് കരിഞ്ഞി ചെറുതായിട്ടില്ലേ? മൊട്ട വെയിലത്ത് അങ്ങനെ കാത്തു നിൽക്കാണ്. കഴിച്ച് നമ്മള് വണ്ടിയൊക്കെ എടുത്തു. ഇനി പോവല്ലേ? നേരെ പെരി പോവല്ലേ അമ്മ? വേഗം പെരി പോവാ. കടന്നാണ്ട് തുടങ്ങാ. മുന്നേ വാ. എന്താ മാറിക്കണ്? അന്യന്മാരെ വാങ്ങിക്ക്. ഇമാതിരി വെയിലത്ത് വിളിച്ചെടുത്ത് നിർത്തിയിട്ടേ. അതെ, ഒരു രണ്ടാക്കറിയില്ല രണ്ടാള് വന്നത്. രണ്ടാളെയും വിളിച്ചീന്. എന്നാ ഞാൻ നേരെ പെരി പോവല്ലേ? എന്തെന്നാ അറിയണോ ജി? പൊള്ളുണ്ടോ? അപ്പൊ നാ പെരി പോലെ ഗൈസ്. നമുക്ക് നേരെ പെരി പോവാ. തലൊക്കെ പൊളിയാണ്. അവിടെ പോട്ടെ എന്തായാലും. അങ്ങനെ ഗൈസ്, ഞങ്ങളെ സ്വന്തം നാട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോ ഗൈസ് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചപ്പോ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ ഗൈസ് ഉച്ചക്കാണ് എത്തിയത്. പക്ഷെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കടന്നണ്ട് ഉറങ്ങി. നല്ലൊരു ഉറക്കം ഉറങ്ങി. കാരണം ആയിക്കൂടെ ഗൈസ് ഇമ്മാന്റെ കാലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആകെ വീർത്ത് ഇതായി. എന്ത് നീര് വന്നിക്ക നമ്മളിവിടെ എത്തിയൊന്ന് ഉറങ്ങി നീച്ചപ്പത്തിന് നമ്മളെ പേരന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങി വരിക പറഞ്ഞാണ്ട് ഓരോരുത്തന്മാര് വരുന്നുണ്ട്. നോക്കിയപ്പോ ഷംനി ഉണ്ട്, പിന്നെ അളിയാക്കി കുട്ടി,
പിന്നെ ആക്കണ താത്തി എറണാകുളത്തേക്ക് പോവാണ് പറഞ്ഞിട്ട് 4 ദിവസമായി പോയിട്ട് ഒരഡ്രസ് ഇല്ലാത്തോണ്ട് വന്ന് നോക്കിയാണല്ലേ. ആകെ പോയി അടിച്ച് പൊളിച്ച് പോന്നില്ല വണ്ടി കയറി. മെട്രോണ് പറ്റിയതൊക്കെ എന്താ പറയാ, ഞാൻ ആദ്യമായിട്ട് കാണും. എന്തൊക്കെയാ പോലെ നല്ല സന്തോഷമുണ്ട്. എന്തോ പോലെ മെട്രോ എങ്ങനെയുണ്ട്? അവൻ ചെമ്മേ ഞാൻ പേടിയാവട്ടെ. ഞാൻ അത് മെട്രോ അല്ല, മെട്രോ ട്രെയിന് ട്രെയിന് പോകുമ്പോൾ തന്നെയാണ്. സാധാരണ ട്രെയിനിൽ പോലെ. വേറെ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മെട്രോ പോണ അറിയില്ല, സാധാ ട്രെയിൻ പോലെ തന്നെ. പക്ഷേ തണുപ്പ് AC ഉണ്ട്. നല്ല സുഖമാണ് ഈ കുത്തിരിക്കാം. നമ്മൾ ഇരുന്നിട്ടില്ലല്ലോ, കുറച്ചു നേരം. അപ്പൊ തന്നെ അടുത്ത് അതന്നെ വേണം, പെട്ടെന്ന് എത്തും സ്റ്റോപ്പ്. പെട്ടെന്ന് എത്തും, അതാണ് മെട്രോന്റെ ഉപകാരം. ലിഫ്റ്റ് പോണാതിരിക്കാൻ. അല്ല ഇതെങ്ങനെയുണ്ട് എസ്കുലേറ്റർ? മറ്റേ സ്റ്റെപ്പ് ഇല്ലേ? ഞാൻ ചവിട്ടാ പേടിയാവട്ടോ, ചവിട്ടിയ പോകുന്നു. ചവിട്ടാനും ഇറങ്ങാനും പേടിയാണ്. എടുത്തു വെച്ചിക്കാണ്. ഉമ്മ ചാടി ഇറങ്ങിക്കാണ് അങ്ങനെ പോണ എസ്കുലേറ്റർ. എന്താ സംഭവം? ഈ കാലം അത് കേറും നമുക്കല്ല. ഉമ്മ എന്താണ്? ചവിട്ടുമ്പോ വീണ്ടും പോകുന്നു. പിന്നെ അവിടെ ചെന്ന് കണ്ട് കയറുമ്പോഴും അതേമാതിരിക്കും. അങ്ങനെ ചെറിയൊരു ഇതുണ്ട്, കയറുമ്പോഴും അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലേ. മാൾ എങ്ങനെയുണ്ട്? നമ്മളെ ലുലു മാൾ എങ്ങനെയുണ്ട്? എന്തൊക്കെയാ ഇല്ലാത്ത മുതലൊന്നുമില്ല. പക്ഷേ അവിടുന്ന് നമുക്കൊന്നും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല. അങ്ങനെ നമ്മള് പേരവിടെ പണയം വെച്ചിട്ട് നമ്മള് പോയി. സത്യം. പക്ഷെ എന്താ അറിയോ, എന്നിട്ട് തന്നെ നമ്മള് മാള് കുറച്ച് കണ്ടിട്ടുള്ളടാ. ഫുള്ള് കാണാൻ പറ്റണേ. എന്നെ ഇമ്മ അവിടെ എല്ലായിടത്തും അടയാളം എടുത്ത് വെച്ചിട്ട് എല്ലായിടത്തും എന്താണ് ഇരുന്നത്? അടുത്ത സ്ഥലത്ത് പോവും, അവിടെ ഇരിക്കും. പിന്നെയും പോവും, അവിടെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ സിമ്മമാന്റെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മള് കൊച്ചി കണ്ടു. കൊച്ചി കയറ്റിയാ മതിയനില്ലേ? മറ്റേ ചെറിയ ട്രെയിനല്ലേ? ഞാൻ ചോദിച്ചു അമ്മമാരോട്. അല്ല ചെറിയ ട്രെയിന് അതിനുള്ളിൽ കൂടെ പോണം. അയ്യ അമ്മമ്മക്കെ കാട്ടി തന്നില്ലേ അയക്ക് കയറണം വെച്ചിട്ട്. അവിടെ കൊറേ നിർത്തിയിട്ടിരിക്കണ അതിന്റെ ആളെ കൊണ്ടാണ്. അതല്ല ഇപ്പൊ അമ്മമാരുടെ അയക്ക് കയറണമെന്ന് കുട്ടികളെ കൊണ്ടുപോകണത്. ചോദിച്ചാൽ അതില് കയറ്റിരുത്തണ്ടേ? അപ്പൊ ആ മൂടൊന്നല്ല, അപ്പൊ പെന്റെ അപ്പൊ കാലും മുട്ടൊക്കെ വേനെടുത്തിട്ട് നമ്മള് കണ്ടല്ലേ, കാലൊക്കെ നീര് വെച്ചിക്കണില്ല അതില്. എന്തായാലും കൊറേ നടന്നപ്പോ എന്തൊക്കെയാ അല്ല അമ്മമ്മക്ക് സ്ഥലം കണ്ടിട്ട് എങ്ങനെയുണ്ട്? പൊന്നും മാനെ പോകാൻ തോന്നുന്നു. ഇല്ലേ, എനിക്കും അതന്നെ. ഇനിയും പോതി. നമ്മളെ നാട് അത് വേറെതാണ്. പക്ഷെ ഇങ്ങനെ പുറത്തൊക്കെ പോണെന്നുണ്ടെങ്കിൽ ഇമ്മമാക്ക് വൈബ് അയക്കണേ. എനിക്ക് ഇങ്ങനെ തോന്നി ഇമ്മ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടിട്ട് അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കുക. നമ്മൾ ചെല്ലണ ബിസ്മലിന്റെ അമ്മയും ബിസ്മൽ ഇവരൊക്കെ ആന്ന് ഞമ്മള് ചെന്നപ്പോ ഇതിന് ധൈര്യം അടി കയറി പോയിട്ട് ആണെങ്കിലും പോന്നോളിന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളെ സ്വന്തം പേരെയാണ് ഇത് പോരി. എന്തിനാണ് ചോദിക്കുന്നത്? നമ്മക്കില്ല ഫുഡും എല്ലാ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കണം. അതേപോലെ കൊറേ ആൾക്കാർ നിങ്ങളെ വീഡിയോയുടെ കമന്റ് അതന്നെ പറഞ്ഞേ. ഇങ്ങോട്ട് പോരും അങ്ങോട്ട് പോരും. നമ്മള് പിന്നെ അവിടുന്ന് പിന്നെ വേറൊരു വീട്ടിലും പോയി. ഒരു വീട്ടുകാർ വിളിച്ചിട്ടോ, ചെന്നപ്പടി പൊറാട്ടയും പൂക്കറിയും ഒക്കെ ഉണ്ടാക്കി. നമുക്ക് അവിടെ ഒന്നും തിന്നാൻ പറ്റില്ല. കാരണം ഞങ്ങളപ്പ ചോറിന്ന് പോയിട്ടല്ലേ, ഞങ്ങളപ്പ ചോറിന്ന് ഇറങ്ങാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും തിന്നാൻ പറ്റില്ല. ഇന്ന ടൈമാ വിളിച്ചത്. ഞങ്ങള് മാളില മറ്റോലെ വരി പോയടി. വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലേ. ഞാൻ മെട്രോ കയറി, ഞാൻ ട്രെയിനിൽ കയറി. നമുക്ക് ഊറ്റല്ലേ, ഞമ്മക്ക് എല്ലാവർക്കും അതിന് പോകാൻ ഓരോരുത്തർക്ക് ഓരോ സ്ഥലം. ഇപ്പൊ താത്താക്ക് ഇപ്പൊ പള്ളിയിൽ ഉണ്ടായി കിടക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ. പോണം, എല്ലാരും കൊണ്ട് പോണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പ്രശ്നം കഴിയൂലേ, അതാണ്. ഇനിയിപ്പോ കഴിച്ചു നമ്മളെ ആപ്പാപ്പാക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ ഇനി അവിടെ ചെന്ന് പോയി നോക്കണം അല്ലേ? പോയേക്കണം. എന്നാ ഇന്റെ പോയല്ലേ? എന്നാ ഓക്കെ ഗൈസ്, നമ്മളെ വീട്ടിലെത്തി. നമ്മള് ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ചോറ് കൂട്ടാൻ ഉണ്ടാക്കി കിടക്ക് കഴിച്ചു ഇതുവരെ കിടന്നു പോയാ. ഇനി കഞ്ഞി ചമ്മന്തി നോക്കട്ടെ, കഞ്ഞിയോ ചമ്മന്തി എന്തെങ്കിലും കൂട്ടിയിട്ട് ഗൈസ് ഇന്നത്തെ ദിവസം കഴിച്ചാ. അതെ, രണ്ട് ഉറക്കം കിട്ടിയിട്ടില്ലല്ലേ? ഉറക്കം കിട്ടില്ല. എവിടെ ഉറക്കം കിട്ടില്ല. ഞാൻ സമാധാനത്തിൽ ഉറങ്ങാം. ഇപ്പൊ കുറച്ചേരം ഉറങ്ങാൻ പറ്റിയുള്ളൂ നമുക്ക് ഉച്ചക്ക്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാൽ അതിന്റെ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അതെല്ലാവർക്കും സ്നേഹപ്രകടനം. എവിടെ അവിടെ എന്താ സ്നേഹ പ്രകടനോ? രണ്ട് ബ്രദേഴ്സ് തമ്മിൽ